വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. തുടർന്നും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. അമേരിക്കൻ പിന്തുണയുടെ ബലത്തിൽ ഇസ്രായേൽ ഗസയിൽ ആക്രമണം വീണ്ടും ശക്തമാക്കിയിരിക്കുന്നു. വീണ്ടും ഗസയിൽ കൂട്ടക്കൊലപാതകങ്ങൾ അരങ്ങേറുന്നു. ഇസ്രായേലിൻ്റെ കൂട്ടക്കൊലയെ അമേരിക്ക പിന്താങ്ങുമ്പോൾ ഗസയിൽ ഒറ്റ ദിവസം കൊല്ലപ്പെട്ടത് 100-ന് മുകളിൽ ഫലസ്തീനികളാണ്. ആ കൂട്ടക്കൊലയാണ് ഖത്തറിനും ഈജിപ്തിനും ഗസയിൽ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഇനിയൊരു ആക്രമണം ഉണ്ടാകില്ല എന്ന് ഉറപ്പു നൽകിയ അമേരിക്ക ന്യായീകരിച്ചത്. ആ ന്യായീകരണത്തിന് കുടപിടിച്ചാണ് ഖത്തർ ഈ ആക്രമണത്തെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് പറഞ്ഞത് ഇതുകൊണ്ടൊന്നും വെടിനിർത്തൽ കരാറിന്റെ തുടർ നടപടികൾക്ക് യാതൊരു കോട്ടവും സംഭവിക്കില്ല എന്ന്. നട്ടെല്ലില്ലാത്ത മധ്യസ്ഥ രാജ്യങ്ങൾ വെടിനിർത്തൽ കരാർ ലംഘിക്കുകയും നിർദോഷികളായ സാധാരണ മനുഷ്യരെ നിർദാക്ഷിണ്യം കൊല്ലുകയും ചെയ്തിട്ട് ഇസ്രായേൽ എന്ന കാട്ടാള രാജ്യത്തോടും അവരെ ആയുധമെടുക്കാൻ കൽപ്പിക്കുകയും ചെയ്യുന്ന രാജ്യത്തോടും എന്ത് തന്തയില്ലായ്മയാണ് നിങ്ങൾ കാണിക്കുന്നത് എന്ന് ചോദിക്കാനുള്ള ആർജവും പോലുമില്ലാത്ത അറബ് രാജ്യങ്ങളെ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടതെന്ന് അറിയില്ല. വെടിനിർത്തൽ കരാർ നിലവിൽ വന്നിട്ടും നിത്യേന 10-20 ഫലസ്തീനികളെ കൊല്ലാൻ ഇസ്രായേൽ കാരണം കണ്ടെത്തുന്നതിൽ മിടുക്ക് കാണിച്ചിരുന്നു. ഗസയിലെ ഇസ്രായേലിന്റെ ആക്രമണത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ പരനാരി ട്രംപ് പറഞ്ഞത് അടിക്കാൻ അവർക്ക് അവകാശമുണ്ട് എന്നാണ്. ട്രംപിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: എനിക്ക് മനസ്സിലായിടത്തോളം അവർ ഒരു ഇസ്രായേലി പട്ടാളക്കാരനെ വധിച്ചു. അപ്പോൾ ഇസ്രായേലികൾ തിരിച്ചടിക്കണം. അങ്ങനെ സംഭവിക്കുമ്പോൾ അവർ തിരിച്ചടിക്കുക തന്നെ വേണം എന്നാണ്. ഇസ്രായേലി പട്ടാളക്കാരന് എന്ത് സംഭവിച്ചുവെന്ന് ആർക്കും അറിയില്ല. പക്ഷേ അത് സ്നൈപ്പർ വെടിവെപ്പാണെന്ന് അവർ ഇസ്രായേലികൾ പറയുന്നു. അതിനുള്ള പ്രതികാരമായിരുന്നു അത്. അവർക്ക് അങ്ങനെ ചെയ്യാൻ അവകാശമുണ്ടെന്ന് ഞാൻ കരുതുന്നു. സൈനികൻ എങ്ങനെയാണ് കൊല്ലപ്പെട്ടതെന്ന് അറിയില്ല എന്ന് പറയുന്ന അതേ ട്രംപ് പറയുന്നു ഇസ്രായേലികൾ പറയുന്നു അത് സ്നൈപ്പർ കൊണ്ടാണ് മരിച്ചതെന്നും അവർക്ക് തിരിച്ചടിക്കാൻ അവകാശമുണ്ടെന്നും. ഇസ്രായേലികൾ പറയുന്നത് അതുപോലെ ഏറ്റുപാടുകയും അതിന് ഒത്താശ ചെയ്യുകയുമാണല്ലോ ആശാനപ്പടി. അത് നടക്കട്ടെ. ഒരേ സമയം ആക്രമണം നടത്തുകയും അടുത്ത നിമിഷം തന്നെ ഞങ്ങൾ വെടിനിർത്തൽ തുടരുന്നു എന്ന് പറയുന്ന ഇസ്രായേലിനെതിരെ ലോകരാജ്യങ്ങൾ മൗനം ഭജിക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് അറിയാത്തത്. റഫേൽ ഒരു സൈനികൻ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് നെതന്യാഹു ശക്തമായ ആക്രമണം നടത്താൻ സൈന്യത്തോട് ആവശ്യപ്പെടുകയായിരുന്നു. ആക്രമണത്തിൽ 46 കുട്ടികളും 20 സ്ത്രീകളും അടക്കം 100-ലധികം ഫലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്. ഇപ്പോൾ അമേരിക്ക പുതിയ തന്ത്രവുമായി വന്നിരിക്കുകയാണ്. മുസ്ലിമിനെ കൊണ്ട് തന്നെ കൊല്ലിക്കുക. അതിനുവേണ്ടി അമേരിക്ക തെരഞ്ഞെടുത്തിരിക്കുന്നത് പാകിസ്ഥാനെയാണ്. മുമ്പും അമേരിക്ക ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ പയറ്റിയ അതേ തന്ത്രം തന്നെ. പാകിസ്ഥാന് അതിന് യാതൊരു മടിയും കാണില്ല. കാരണം അവിടുത്തെ ജനങ്ങൾ സ്വന്തം ജനതയെ പള്ളിയിൽ കയറി ബോംബ് വെച്ച് കൊല്ലാൻ മടിയില്ലാത്തവരാണ്. ആ പാകിസ്ഥാനിലെ 20,000-ഓളം വരുന്ന കൂലിപ്പടയാളികളെയാണ് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഫലസ്തീന്റെ മണ്ണിലേക്ക് കൊണ്ടുപോകുന്നത്. ഇസ്രായേലിനെ ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കാത്ത പാകിസ്ഥാൻ അതേ ഇസ്രായേലിന് വേണ്ടി കൂലിപ്പട്ടാളമായി മാറുന്നു എന്നത് അമേരിക്കയുടെ ഏറ്റവും വലിയ കളിയുടെ അനന്തരഫലമാണ്. ഇസ്രായേലിനെ തകർക്കാൻ വേണമെങ്കിൽ ഞങ്ങൾ അണുബോംബ് തരാമെന്ന് പറഞ്ഞ അതേ പാകിസ്ഥാൻ അമേരിക്കയുടെ പണം വാങ്ങി ഇസ്രായേലിന് കാവലായി പോകാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ എന്നോർക്കുമ്പോൾ ലജ്ജ തോന്നുന്നു.